Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord, is Lord, He is Lord. Every and friend, He is Lord. Every knee shall bow. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ വാഴ്ത്തുവേ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എവ്രി മുട്ടും മടങ്ങും, എല്ലാവരും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, അപ്പ എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം യേശു മാത്രം കർത്താവ്. നമുക്ക് ഒരുമിച്ചൊരു വാക്കുകൂടി പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പരിശുദ്ധനാം ദൈവമേ, അങ്ങയുടെ തിരുപാദങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, എറിഞ്ഞേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് തന്നെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾക്ക് ആർക്കും കർത്താവെ ശുശ്രൂഷിപ്പാനോ കർത്താവെ കേൾക്കാനോ പറയാനോ ഉള്ള യോഗ്യതയില്ല, കഴിവില്ല, ഒന്നുമില്ല. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങളെ നിർത്തുന്നതും ഞങ്ങളെ ആമേൻ സ്തോത്രം നടത്തുന്നതും ഞങ്ങളെ കേൾപ്പിക്കുന്നതും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതും എല്ലാം പരിശുദ്ധാത്മാവാണ്. ആത്മാവാൻ ദൈവമേ, വഴികാട്ടി ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, ഞങ്ങളോട് കരുണ കാണിച്ചാട്ടെ, ക്രൂശിൻ്റെ മറവിൽ ഞങ്ങളെ നിർത്തിയാട്ടെ, ഞങ്ങളെ പുറത്തു വരുവാൻ സമ്മതിക്കാതെ ക്രൂശിൻ്റെ മറവിൽ നിർത്തിയാട്ടെ. കർത്താവെ, വാഴ്ത്തപ്പെട്ട ഉയർത്തപ്പെട്ട ആമേൻ സ്തോത്രം, ആമേൻ സകലത്തിന് മീതെ ഉയർത്തപ്പെട്ട എൻ്റെ യേശുവിൻ്റെ പൊന്നുനാമം തന്നെ മഹത്വപ്പെടുകട്ടെ. കർത്താവെ, അപ്പച്ചൻ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് ഒരുമിച്ച് കരയറ്റും. ക്രിസ്തുവേശുവിൻ്റെ
അധികാരമുള്ള നല്ല നാമത്തിൽ നല്ല പിതാവേ. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ആമേൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഓ ശമരനസിയാരാന്തേ. 9-ാമത്തെ അധ്യായം നമുക്ക് എടുക്കാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 8 മുതൽ കർത്താവിന് സ്തോത്രം 16 വരെയുള്ള വാക്യങ്ങൾ, 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 18 വരെയുള്ള വാക്യങ്ങൾ, 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ചേർന്ന് വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമാസ്കസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നതും അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവെ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്നും പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപുത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക, അവനെൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ആമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ദൈവസന്നിധിയിലിരിക്കാൻ കർത്താവിന് സ്തോത്രം. നമ്മൾ കേൾപ്പിച്ച ആമേൻ തിരുവചനത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. എത്ര പേരത് വിശ്വസിക്കുന്നു? കർത്താവിന് സ്തോത്രം. നമ്മളായിരിക്കുന്ന അവസ്ഥകളെ മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്തു തരുവാൻ കഴിവുള്ള ഒരു നല്ല ദൈവം. ചേർന്ന് പറഞ്ഞേ, ഒരു തെരഞ്ഞെടുപ്പ്. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ആമേൻ എന്നോട് പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ സഭയെ ഓർപ്പിക്കുക. കർത്താവിന് സ്തോത്രം. ചില കാര്യങ്ങൾ കർത്താവിന് സ്തോത്രം. ആമേൻ അതൊരു സന്ദേശമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. കർത്താവിന് സ്തോത്രം. ആമേൻ ഒരു മെസ്സേജ് ആണോ എന്നും അറിയത്തില്ല. കർത്താവിന് സ്തോത്രം. ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിലയേറിയതാണ്. കർത്താവിന് സ്തോത്രം. ഒരു പക്ഷേ ആമേൻ നിന്റെ കൂടെയുള്ള ആർക്കും അത് മനസ്സിലായില്ലെങ്കിലും ദൈവം തിരഞ്ഞെടുത്തവൻ്റെ മേൽ ആ തെരഞ്ഞെടുപ്പ് ആമേൻ സ്തോത്രം വിളി എന്ന് പറയുന്നൊരു സംഭവം കിടക്കുകയാ. അത് എള്ളയോടത്തോളം കാലം ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ആമേൻ സ്തോത്രം നിന്റെ അവസ്ഥകളെയും നിന്റെ കഴിഞ്ഞ കാലങ്ങളെയും ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് റീറൈറ്റ് ചെയ്യും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു കേട്ടത് ശൗൽ എന്ന് പറയുന്ന സഭയെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പീഡിപ്പിച്ച കർത്താവിന് സ്തോത്രം പീഡിപ്പിച്ച കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ ഒരു മനുഷ്യനെ കുറിച്ച് കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഭാവിയിൽ ശുശ്രൂഷിക്കാനുള്ളവരാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ തീയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ശൗല് സഭയെ പീഡിപ്പിച്ചവനാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സഭയെ പീഡിപ്പിച്ചവനെ ആമേൻ സ്തോത്രം സഭ പോലും അംഗീകരിക്കാതെ ആമേൻ സ്തോത്രം അവൻ്റെ മേലൊരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, ഒരു വിളിയും തെരഞ്ഞെടുപ്പും വന്നപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് ആമേൻ സ്തോത്രം ആമേൻ അവിടെ ഉണ്ടായിരുന്ന അനന്യാസ് എന്നൊരു ഭക്തൻ ദൈവത്തോട് റീസൺ ചെയ്യുക, ദൈവത്തോട് പറയുക, അവൻ പീഡിപ്പിക്കുന്ന മനുഷ്യനാ, സഭയെ പീഡിപ്പിച്ചവനാ, സഭയെ കല്ലെറിഞ്ഞവനാ. കർത്താവിന് സ്തോത്രം. കർത്താവ് പറഞ്ഞെന്നേ അറിയുമോ? അവനെ ഞാൻ
തെരഞ്ഞെടുത്തിരിക്കുക. ഞാൻ തെരഞ്ഞെടുത്ത പാത്രമാണ്. ചേർന്ന് പറഞ്ഞ തെരഞ്ഞെടുത്ത പാത്രം. കർത്താവിന് സ്തോത്രം. ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം പറയും? കർത്താവിന് സ്തോത്രം. ഹാലലൂയ. ഇന്നലെങ്കിലും ചെയ്തതൊന്നും കർത്താവിന് വിഷയമല്ല. കർത്താവിന് സ്തോത്രം. അവൻ എൻ്റെ നാമത്തിന് വേണ്ടി പോകാനുള്ളവനാ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ കർത്താവിന് സ്തോത്രം അതിന് ഭയങ്കര വിലയാണ്. ആമേൻ. ലോകത്തിന് കാര്യമില്ലെങ്കിലും ദൈവത്തിന് അവൻ്റെ ഭയങ്കര കാര്യമാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തിരിച്ചറിഞ്ഞാട്ടെ, നിന്റെ മേലൊരു തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിന് വിലയേറിയവനാ. കർത്താവിന് സ്തോത്രം. നിന്നെ ചീത്ത പറയുവാൻ ഒരുത്തനും സാധിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. ഒരു പക്ഷേ ചീത്ത പറയാൻ ഒരു കാരണം കാണാം. ശൗലിനെ കുറിച്ച് അനനിയാസ് പറയുന്നത് ഇല്ലാത്തതൊന്നുമല്ല, ഉള്ള കാര്യമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് അവൻ്റെ മേൽ വന്നുപോയി. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? കർത്താവിന് സ്തോത്രം. ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ആമേൻ സ്തോത്രം, നിന്റെ സ്ഥിതി മാറും, നിന്റെ അവസ്ഥ മാറും. കർത്താവിന് സ്തോത്രം. നമുക്കറിയാം പത്രോസിന് കഴിയാത്തതാണ് പൗലോസ് ചെയ്തു കൂട്ടിയത്. കർത്താവിന് സ്തോത്രം. ഒടുവിൽ പത്രോസിനെ പോലും തിരുത്തുവാൻ പൗലോസിന് നിയോഗമുണ്ടായി. കർത്താവിന് സ്തോത്രം. അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്നും ഞാൻ പരിശോധിക്കുന്നില്ല, ഇഴകേറി അതിനെക്കുറിച്ച് ചെക്ക് ചെയ്യുന്നില്ല, അനലൈസ് ചെയ്യുന്നില്ല. എന്തായാലും ഉള്ളതാ. പൗലോസിന് ആമേൻ സ്തോത്രം പത്രോസിനോട് പറയുവാൻ തക്ക വിധമുള്ള പ്രാഗൽഭ്യമുണ്ടായി. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ കേൾക്കാം. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കാണിച്ചു തന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു കാര്യം ആമേൻ സ്തോത്രം 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ആമേൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് വിളിയെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകം ആമേൻ സ്തോത്രം 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് നിർത്തി വായിക്കാം. 1-ാമത്തെ കാര്യം കർത്താവിന് സ്തോത്രം. ആമേൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ, പ്രവാചക ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആമേൻ സ്തോത്രം ഒരുവൻ മരിച്ചുപോയി. അവൻ്റെ ഭാര്യ ആമേൻ സ്തോത്രം എലീശ എന്ന് പറയുന്ന പ്രവാചകന്റെ അടുക്കൽ വന്ന് ആമേൻ സംസാരിക്കുന്ന ഭാഗമാണ്. കർത്താവിന് സ്തോത്രം. ആമേൻ ആമേൻ. വായിച്ചാട്ടെ ദൈവദാസൻ. അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ്. ഒന്ന് നിർത്തിയാട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ 1-ാമത്തെ പ്രത്യേകത കർത്താവിന് സ്തോത്രം. അവൻ ഭൂമിയിൽ എന്തായിരുന്നാലും ഒന്നാമത് അവൻ ദൈവത്തിൻ്റെ ദാസനാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ വിധവയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. യുവർ സെർവന്റ് ആൻഡ് മൈ ഹസ്ബൻഡ്. കർത്താവിന് സ്തോത്രം. അതിൻ്റെ പ്രോഗ്രഷൻ പോകുന്നത് അങ്ങനെയാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. ഒരു പക്ഷേ ഞാൻ ഷിനിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവിന് സ്തോത്രം. നമ്മെ ആർക്കും വേണ്ടായിരിക്കും, നമ്മെ തന്നെ നമുക്ക് വാല്യൂ ഉണ്ടാകത്തില്ലായിരിക്കും. കർത്താവിന് സ്തോത്രം. നമ്മെക്കുറിച്ച് ഒരു വാല്യൂ നമുക്ക് ഉണ്ടാകത്തില്ലായിരിക്കും, ഒരു മനുഷ്യനും നമ്മെക്കുറിച്ച് മതിപ്പുണ്ടാകത്തില്ലായിരിക്കും. പക്ഷെ നമ്മെ വിളിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കണ്ണിലെ കൺമണിയാ ഞാനും നീയും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടാണ് ആമേൻ ഏലീശായുടെ അടുക്കലേക്ക് ആമേൻ ഈ വിധവ ചെന്നതെന്നറിയാമോ? ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തെ ഭയപ്പെട്ട. വായിച്ചോട്ടെ. കർത്താവിന് സ്തോത്രം. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ദൈവഭക്തൻ എന്ന് എഴുതിയിരിക്കുന്ന എല്ലായിടത്തും ദൈവത്തെ ഭയപ്പെടുന്നവനെന്ന. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ആമേൻ സ്തോത്രം. നീ ദൈവത്തെ ഭയപ്പെടുന്നവനാണെങ്കിൽ, നീ ദൈവത്തെ ഭയപ്പെടുന്നവളാണെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ദൈവ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ആമേൻ സ്തോത്രം നിന്റെ സാഹചര്യങ്ങൾ നിനക്ക് തടസ്സമല്ല. ഒരു പക്ഷേ ആമേൻ സ്തോത്രം എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളിൽ ഒരു കാര്യമാണ് കർത്താവിന് സ്തോത്രം. ദൈവസന്നിധി വരുമ്പോൾ കുറ്റം പറയുന്ന പിശാചിൻ്റെ ശബ്ദം. ആമേൻ. നീ യോഗ്യനല്ല, നീ അരുതാത്തവനാ, നീ കഴിവില്ലാത്തവനാ, നിന്നെ കേൾക്കുന്നത് നിന്നേക്കാൾ യോഗ്യന്മാരാ, പിന്നെ എങ്ങനെയാ നീ ശുശ്രൂഷിക്കുന്നേ? നിന്നേക്കാൾ വിശുദ്ധന്മാരോട് നീ എന്ത് ശുശ്രൂഷിക്കാനാ? കർത്താവിന് സ്തോത്രം. ഇത് ദൈവശബ്ദമല്ല, ഇത് പിശാചിൻ്റെ ശബ്ദമാ. കർത്താവിന് സ്തോത്രം. നിന്നെ വിളിച്ച വിളിക്കകത്ത്
ആമേൻ സ്തോത്രം. നിന്നെ യോഗ്യനാക്കുന്ന ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ കൃപ കിടക്കുകയാണ്. നിന്റെ വിളിക്കകത്ത് ആമേൻ സ്തോത്രം വിളിയുടെ ഒപ്പം വരുന്ന കാര്യമാ കൃപ. കർത്താവിന് സ്തോത്രം. നിന്നെ നിർത്തുന്നതും നിന്നെ നിർത്തിയിരിക്കുന്നതും നിന്നെ കൊണ്ട് പറയിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്. ഒരുപക്ഷെ ലോകത്തുള്ള പലരും നിന്റെ ചുറ്റും നിന്ന് പറയും, നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ലേ. നിനക്ക് അളവ് തന്ന ഒരു ദൈവമുണ്ട്. ഗതിരമരം കൊണ്ട് പെട്ടകം പണിയണമെന്ന് പറഞ്ഞ് അളവേൽപ്പിച്ചൊരു ദൈവമുണ്ട്. ആമേൻ. നിന്റെ കൂടെയുള്ള അഹരോനത് മനസ്സിലാകണമെന്നില്ല. നിന്റെ കരം താങ്ങി നിൽക്കുന്ന ഹൂറിനത് മനസ്സിലാകണമെന്നില്ല. ആമേൻ. നിന്നെ അളവേൽപ്പിച്ചൊരു ദൈവമുണ്ട്. നിന്റെ കയ്യിൽ പെട്ടകത്തിന്റെ പണി തന്ന് ബ്ലൂ പ്രിന്റ് തന്നൊരു ദൈവമുണ്ട്. ആമേൻ. ലോകം മുഴുവൻ നിന്നോട് ചോദിക്കും, ചോദ്യങ്ങൾ ഒട്ടനവധി ഉണ്ടാകും. ആമേൻ. ശൗലോ കല്ലെറിഞ്ഞവൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് സ്വർഗീയ വിളി. ഇതിൻ്റെ അകത്തിരിക്കുന്ന നമ്മളെ ദൈവം സ്വർഗീയമായിട്ട് വിളിച്ചതാ. ആ സ്വർഗീയ വിളി കൊണ്ടാ ദൈവം നമ്മെ വിളിച്ചതിൻ്റെ അകത്താക്കിയ. കർത്താവിന് സ്തോത്രം. വിശ്വസിച്ചാട്ടെ, നിങ്ങൾ ആരും വഴിതെറ്റി ഇതിൻ്റെ അകത്ത് വന്നതല്ല. കർത്താവിന് സ്തോത്രം. ആരെങ്കിലുടെയും ആമേൻ ഇഷ്ടം കൊണ്ട് ഇതിൻ്റെ അകത്ത് വന്നതല്ല. പിന്നെയോ ആമേൻ സ്തോത്രം, ദൈവം നിന്നെ വിളിച്ച് ആക്കി പദ്ധതിയിട്ട് കൊണ്ടുവന്നതാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ശുശ്രൂഷിക്കുമ്പോൾ ആമേൻ സ്തോത്രം, എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമാണ്, പാസ്റ്റർക്ക് ശുശ്രൂഷയുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രിയ ദൈവപൈതലേ, നീ യേശുവിൽ വിശ്വസിക്കുന്നവളാണെങ്കിൽ നിന്റെ മേൽ ശുശ്രൂഷ കിടക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിനകത്ത് ആമേൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഇത് നിയോഗമാണ്. ഇത് ആർക്കുള്ള നിയോഗമാണ്? ലോകത്തിലുണ്ടായിരുന്ന 12 ശിഷ്യന്മാരെ 12 പേരോട് കൂടി അത് അന്യം നിന്നുപോയി അല്ല. ആമേൻ സ്തോത്രം. ഈ മഹാനിയോഗം ആമേൻ സ്തോത്രം തുടർമാനമായിട്ട് കിടക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുക, നിങ്ങൾ ലോകമെങ്ങും പോയിട്ട് സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ. കർത്താവിന് സ്തോത്രം. ദൈവം നിന്നെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് കർത്താവിന് സ്തോത്രം ഒരു നിയോഗത്തോടു കൂടിയാണ്. കർത്താവിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന അവൻ യേശുവിൽ വിശ്വസിക്കാത്തവരെ ശുശ്രൂഷയില്ല. വിശ്വസിക്കുന്നവൻ്റെ മേൽ ഈ ശുശ്രൂഷ, ഈ നിയോഗം കിടക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ചേർന്ന് പറഞ്ഞേ, ഞാൻ നിയോഗമുള്ളവനാ, ഞാൻ നിയോഗമുള്ളവനാ. എന്നെ ദൈവം വിളിച്ചതാ. കർത്താവിന് സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ ദാസനാ. വിധവ പറയുക, നിന്റെ ദാസനും എൻ്റെ ഭർത്താവുമായവൻ മരിച്ചുപോയി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചേർന്ന് ആമേൻ സ്തോത്രം. അതിൻ്റെ അടുത്ത വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, എലീശ വന്നിട്ട് പറഞ്ഞു, എലീശയോട് പറഞ്ഞു, ആമേൻ. ആ വാക്യം ഒന്നുകൂടി വായിച്ചാട്ടെ, ആ 1-ാമത്തെ വാക്യം. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. ഒന്ന്, ദൈവത്തിന്റെ ദാസൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാ. ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കാൻ വരുന്നതിന് മുമ്പ് പിശാച് എന്തു നിന്നോട് പറഞ്ഞാലും ആമേൻ സ്തോത്രം, ഒറ്റ വാക്കിനകത്ത് നിനക്ക് പിശാച് പറയുന്ന സകലനെയും വെട്ടാം. ഞാൻ ദൈവത്തിന്റെ ദാസനാ. ആമേൻ. I am a servant of God. കർത്താവിന് സ്തോത്രം. I'm serving the most high God. കർത്താവിന് സ്തോത്രം. നിന്റെ കുറ്റം പറയുന്ന എല്ലാ ശബ്ദത്തെയും ഒരൊറ്റ വാക്കുകൊണ്ട് നീ വെട്ടും. ഞാൻ ദൈവത്തിൻ്റെ ദാസൻ. അവിടെ പറഞ്ഞിരിക്കുന്ന 2-ാമത്തെ കാര്യം, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കടക്കാരൻ. ചേർന്ന് പറഞ്ഞ, കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമത്വം എന്ന് പറയുന്നത് കടക്കാരൻ്റെ പണിയാ. ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ടവൻ തിരിച്ചറിയേണ്ട 1-ാമത്തെ 2-ാമത്തെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസൻ കടക്കാരനായി പോകരുത്. കടക്കാരനാകരുത്. ചേർന്ന് പറഞ്ഞ, കടക്കാരനാകരുത്. കടക്കാരനായാൽ അടിമയായി പോകും. ദൈവത്തിന്റെ വചനം പറയുക, കടക്കാരൻ അടിമയാക്കാൻ പോവുകയാണ്. ആമേൻ. പിശാചിന്റെ കയ്യിൽ നിന്ന് വല്ലതും മേടിച്ചിട്ട് സുഖമായിട്ട് നടക്കാമെന്ന് ആരും ചിന്തിക്കില്ലേ. അടിമയായി പോകും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്?
അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയും, നിങ്ങൾ പിശാചിൻ്റെ പ്രവർത്തികളെ അറിയാത്തവരല്ലല്ലോ. ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, തിരുവചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ആമേൻ. ഇല്ലെങ്കിൽ ഒരു സഭ ആവശ്യമില്ല, ഇല്ലെങ്കിൽ ഒരു ഞായറാഴ്ച സഭായോഗം നമുക്ക് ആവശ്യമില്ല. ആമേൻ. എന്തിനാ കുറെ പാട്ട് പാടാൻ, എന്തിനാ കുറെ കൈയടിച്ച് ബഹളമുണ്ടാക്കി ജഡത്തിൽ സന്തോഷിച്ച് നമുക്ക് പോകാൻ? ആമേൻ. ഒരു കൂട്ടായ്മ കർത്താവിൻ്റെ വരവിനകത്ത് ഒരുക്കപ്പെടുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മ കൂട്ടിക്ക് എന്ത് പ്രയോജനം? തിരുവചനം പറയുകയാ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, കടക്കാരൻ അടിമയാക്കും. ആമേൻ സ്തോത്രം. ഒരു പക്ഷേ നീ കടം മേടിക്കാൻ ചെന്നിട്ടുണ്ടാകത്തില്ല, പക്ഷേ പിശാച് ഓഫർ ചെയ്യുന്നതിനെ ഡിനൈ ചെയ്യുവാൻ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിനക്ക് സാധിച്ചില്ലെങ്കിൽ അടിമത്തത്തിലേക്ക് പോകേണ്ടി വരും. ആമേൻ. കർത്താവിൻ സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നു, ഡു നോട്ട് യോക്ക് വിത്ത് അൺബിലീവേഴ്സ്. ഇണയില്ല പിന്നെ കൂടരുത്. അൺബിലീവേഴ്സുമായിട്ട്, അവിശ്വാസികളുമായിട്ട് ഇണയില്ല പിന്നെ കൂടരുത്. നിന്നെ ഉപദേശിക്കുന്നവൻ അവിശ്വാസിയാകരുത്. ഒരു അവിശ്വാസിയുടെ വാക്ക് നീ കേൾക്കരുത്. ആമേൻ. ചർച്ചിനകത്തെ പ്രാകൃതന്മാരുടെ ശബ്ദം നീ കേൾക്കരുത്. ജഡികന്മാരുടെ ശബ്ദം നീ കേൾക്കരുത്. ആമേൻ. കർത്താവിന് സ്തോത്രം. കടക്കാരനാകരുത്, അടിമത്തത്തിലേക്ക് പോകും. യോഹന്നാന്റെ സുവിശേഷം 10:10 പറയുന്നത്, ആമേൻ സ്തോത്രം, കള്ളൻ വരുന്നത് അറക്കാനും മുടിപ്പാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്. ടു കിൽ, അങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. ടു കിൽ ആൻഡ് ഡിസ്ട്രോയ്. ആമേൻ. നിന്റെ നന്മകളെ മോഷ്ടിക്കുന്ന പിശാചിനെ നീ തിരിച്ചറിഞ്ഞോണം. അടിമത്തം, ചേർന്ന് പറഞ്ഞേ, അടിമത്തം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നെ ആമേൻ റിലീസ് ചെയ്യുന്ന ദിവസമാണ്. വിശ്വസിച്ചാട്ട് ദൈവത്തിന്റെ വചനം നീ തിരിച്ചറിയൂ. ഓ ശകമനസ്യാര. വചനം പറയുന്നത്, യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ഒരു വിഷൻ നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആമേൻ, സ്വപ്നത്തിനകത്ത് സ്വർഗം നിനക്ക് വരാൻ പോകുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണി എളുപ്പമാണ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ സത്യം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, പിന്നെ പണി എളുപ്പമാണ്. കടം മേടിച്ചിട്ടുണ്ടോ? പിശാചിന്റെ എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടോ? ആമേൻ. കർത്താവിന് സ്തോത്രം. അടിമത്തത്തിലേക്ക് പോകാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിധവ പറയുന്നൊരു കാര്യം എന്നെ പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് പ്രിക്ക് ചെയ്തൊരു കാര്യമാണ്. എന്താ അവൾ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞേ. എൻ്റെ കടക്കാരൻ എൻ്റെ 2 മക്കളെ, എന്നെ അല്ല. ആമേൻ. നിന്റെ പാപം ചുമക്കേണ്ടി വരുന്നത് നിന്റെ തലമുറയാണെന്ന് എത്ര പേർക്ക് അറിയാം? കർത്താവിന് സ്തോത്രം. അനുഗ്രഹങ്ങളും ശാപങ്ങളും തലമുറകളിലേക്ക് പകരപ്പെടുന്നതാ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയാം. കർത്താവിന് സ്തോത്രം. ഭൂമിയിലുള്ള ഒന്നിൻ്റെയും പ്രതിമയോ പ്രതിച്ഛായയോ ഉണ്ടാക്കിയോ നമസ്കരിക്കുകയോ ഒന്നും ചെയ്യരുത്. പുറപ്പാട് പുസ്തകം 20:1 മുതലുള്ള വാക്യങ്ങളാണ്. കർത്താവിന് സ്തോത്രം. അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ പെട്ടെന്ന്. പുറപ്പാട് പുസ്തകം 20:5 വാക്യം. ഒന്നിൻ്റെയും പ്രതിമയോ പ്രതിച്ഛായയോ ഉണ്ടാക്കരുത്, അവയെ വണങ്ങരുത്, നമസ്കരിക്കരുത്. അവയെ വണങ്ങിയോ നമസ്കരിക്കുകയോ ചെയ്യുന്നവൻ എന്തു പറ്റും? സോറി, 20:5 വാക്യം. സോറി, വായിച്ചോട്ടെ. ഒരു വിഗ്രഹത്തെ എന്ത് ചെയ്യരുത്? ഉണ്ടാക്കാൻ പാടില്ല. സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലുള്ളതെങ്കിലും ഭൂമിയിൽ കീഴെ വെള്ളത്തിലുള്ളതെങ്കിലും യാതൊന്നിന്റെയും പ്രതിമയും പ്രതിച്ഛായയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം, പ്രിയമുള്ളവരെ, 1ഉം 2ഉം കൊണ്ട് തീർന്നെങ്കിൽ കർത്താവിന് സ്തോത്രം കൊള്ളായിരുന്നു. 3ാമത്തെയും 4ാമത്തെയും കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നെ അനുസരിക്കുന്നവന്റെ തലമുറ കർത്താവിന് സ്തോത്രം 1000-ഓളം, അല്ലേ? കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. എന്നെ സ്നേഹിക്കും. അടുത്ത വാക്യം കൂടി ഒന്ന് വായിച്ച. കർത്താവിന് സ്തോത്രം.
കർത്താവിന് സ്തോത്രം. ചേർന്ന് പറഞ്ഞ് എന്നെ സ്നേഹിച്ച്. കൽപ്പനകളെ പ്രമാണിച്ച്. പ്രിയമുള്ളവരെ, കൽപ്പനകൾ പാലിക്കപ്പെടണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കാത്തവന് കൽപ്പനയില്ല. പ്രത്യേകിച്ച് കൃപായുഗത്തിലായിരിക്കുന്ന നമുക്ക് എന്ത് കൽപ്പനയാ ഉള്ളേ? മോശയുടെ കൽപ്പന തീർന്നത് എന്നാ? ന്യായപ്രമാണ യുഗം അവസാനിപ്പിച്ചിട്ട് കൃപായുഗം തുടങ്ങി. കൃപായുഗത്തിൻ്റെ അകത്ത് നിയമം കൊണ്ടോ? കർത്താവിൻ സ്തോത്രം. യേശു പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പ്രമാണിക്കും. കർത്താവിൻ സ്തോത്രം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പ്രമാണിക്കും. ഒരു വചനം അനുസരിക്കണമെങ്കിൽ അവൻ സ്തോത്രം നിന്റെ ഇഷ്ടമാണ്. ചോയ്സ് ഈസ് യുവേഴ്സ്. കർത്താവിന് സ്തോത്രം. എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ ആണിപ്പഴുതാരുന്ന കരങ്ങൾ ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് അവൻ പറയുന്ന കാര്യമാണ് എന്നെ സ്നേഹിക്കുന്നവൻ. ആ ആണിപ്പഴുതാറുന്ന കരങ്ങളുടെ മുമ്പിൽ, തുളയ്ക്കപ്പെട്ട മാറിൻ്റെ മുമ്പിൽ നിന്നിട്ട് ആർക്കാ കൽപ്പനയെ നിരസിക്കാൻ പറ്റുക? ആമേൻ. കർത്താവിന് സ്തോത്രം. ഒരു കയ്പ് വച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ആണിപ്പഴുതിനകത്ത് നോക്കിയിട്ട് നിനക്ക് പറ്റുമോ സഹോദര? കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. എനിക്ക് പറ്റുന്നില്ല. വൈ? തുളക്കപ്പെട്ട ആ ശരീരം ഒന്ന് ധ്യാനിച്ചിട്ട് നിനക്ക് പിന്നെയും പറയാൻ പറ്റുമോ? ദൈവത്തെ സ്നേഹിച്ച് കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും. പരമാർത്ഥ ഹൃദയങ്ങളെ ദൈവം അനുഗ്രഹിക്കും. അവരുടെ കുടുംബങ്ങളെ, അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ച് മാനിക്കും. ഒരു പക്ഷെ നിന്നെ ശുശ്രൂഷയൊന്നും കാണത്തില്ല, നിന്നെ ആരും അംഗീകരിക്കത്തില്ലായിരിക്കും. പക്ഷെ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. കുമ്പനാടെന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിനകത്ത് ഇല്ലാത്ത ബാങ്കില്ല. അവിടെ വന്ന് പറയും അമ്മ മറിയുന്നത് പോലെ പണം ലോകത്തിൽ ഒരിടത്തും വന്ന് മറിയുന്നില്ല. അവിടെയുള്ള സകല വീടുകളും പൂട്ടിക്കിടക്കുക. എല്ലാ വിദേശങ്ങളിലും അവിടെ മുട്ടയൊക്കെ UN വരെ ഉണ്ട്. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ടാ? പരമാർത്ഥ ഹൃദയത്തോടെ. ഇന്നത്തെ തലമുറയൊന്നും നോക്കണ്ട, മുമ്പൊരു തലമുറയുണ്ടായിരുന്നു പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ പിൻചെന്ന ഒരു തലമുറ. ആമേൻ. അവരുടെ മക്കളെ അനുഗ്രഹിക്കേണ്ടത് സ്വർഗത്തിൻ്റെ നിയമമാണ്. ആമേൻ. കർത്താവിന് സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എൻ്റെ മക്കളെ, കടക്കാരൻ എൻ്റെ മക്കളെ, കർത്താവിന് സ്തോത്രം, കടക്കാരനാകരുത്, കടം മേടിക്കരുത്. Do not compromise with the enemy. അവൻ പറഞ്ഞു തരുന്നതിനെ താലോലിക്കരുത്. പെറ്റ് സിൻസ് എന്ന് പറയുന്ന ചില സംഭവങ്ങൾ പണ്ടെങ്ങോ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. പെറ്റ് സിൻസ് കൂടെ കൂടി അങ്ങനെ ആയിപ്പോയി. കർത്താവിന് സ്തോത്രം. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Do not compromise with the enemy. enemy അവൻ പിശാചുമായിട്ട്, ശത്രുവുമായിട്ട് ഒരു കോംപ്രമൈസിനും പോകരുത്. പണ്ടൊരു അമ്മച്ചി ആമേൻ ഗീവർഗീസ് പുണ്യവാളൻ്റെ ആമേൻ സ്തോത്രം അടുത്ത് വന്ന് പറഞ്ഞെന്നാ. അങ്ങനെ ഒരു കഥ ഞാൻ ഉള്ളതാണോ എന്ന് അറിയത്തില്ല. പുണ്യവാളനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നില്ല, നീ എന്നെ ഉപദ്രവിക്കരുത്. കർത്താവിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കൊന്തമൊക്കെ ആയിട്ട് നിൽക്കുകയല്ലേ. അമ്മച്ചി പേടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു കാര്യത്തിനകത്തും പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഭയപ്പെടല്ലേ. പിശാചുമായി ഒരു കൂട്ടുകെട്ടിന് പോകരുത്. ദൈവത്തിൻ്റെ തിരുവചനം ഇതൊരു ഉദാഹരണം മാത്രമാണ്. നിങ്ങൾ വിചാരിക്കരുത് വിഗ്രഹം ഉണ്ടാക്കിയില്ലെങ്കിൽ രക്ഷപ്പെട്ടു. വിഗ്രഹം എന്ന് പറയുന്നത് ആമേൻ 100 കണക്കിന് ആമേൻ സ്തോത്രം വചനത്തിനകത്ത് ഒന്നാ. കർത്താവിന് സ്തോത്രം. Deuteronomy chapter 28 is all about curses and blessing. അനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ചാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നീ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നീ സത്യം അറിഞ്ഞുകൊണ്ടിരിക്കുക. പിശാച് മൂടി വച്ച സത്യം മറന്നീക്ക് നീ അറിയുക. ഈ സത്യം നിന്നെ സ്വതന്ത്രരാക്കും. കർത്താവിന് സ്തോത്രം. ക്രൂശിന് കഴിയാത്തൊരു സ്വാതന്ത്ര്യം, അവൻ സ്തോത്രം, കഴിയാത്ത ഒരു സാധനമില്ല, ഒരു ശാപമില്ല.
വായിക്കാമോ? ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം. ആമേൻ സ്തോത്രം. 3-ാമത്തെ അധ്യായം. കർത്താവിന്റെ സ്തോത്രം. അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. Galatians chapter 3. Hallelujah. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത്. കർത്താവിന്റെ സ്തോത്രം. 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട്. അത് ചെയ്യുന്നവൻ ന്യായപ്രമാണം ചെയ്യാതെ ഒക്കെ നീതിമാനാകുന്ന ഒരു കുപ്പായത്തിന് വേണ്ടി ഒത്തിരി പണിപ്പെടേണ്ട ആവശ്യം മുന്നിൽ വെച്ചപ്പോ ദൈവത്തിന്റെ വചനം പറയുക. വായിച്ചോ. ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ ചെയ്താൽ മാത്രം ജീവിക്കും. നീ ശാപത്തിന് കാരണമായിട്ട് ചെയ്തു പോയിട്ടുണ്ടോ? ഒരു രക്ഷയുമില്ല. നീ ശാപത്തിന്റെ അവൻ സ്വത്ര തിക്താനുഭവം 4 തലമുറ അനുഭവിച്ചേ പറ്റൂ. ആമേൻ. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ആമേൻ. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? അനുഗ്രഹത്തിനുള്ളത് നീ ചെയ്തിട്ടുണ്ടോ? നീ അനുഗ്രഹിക്കപ്പെടും. ചെയ്തിട്ടുണ്ടേ. വിശ്വാസമല്ല ആധാരം, ചെയ്താൽ ജീവിക്കും. അടുത്ത വാക്യം. എന്നാൽ മരത്തിന്മേൽ ക്രിസ്തു നമുക്ക് വേണ്ടി കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ചെയ്ത് രക്ഷപ്പെടാൻ പറ്റാതിരുന്ന സ്ഥലത്ത് അവൻ നിന്നെ കൊണ്ട് ചെയ്താൽ ജയിക്കാൻ പറ്റാത്ത ആ സ്ഥലത്തെ അവിടുത്തെ ശാപം ദൈവത്തിന്റെ വചനം പറയുക യേശുവിൻ്റെ മേലായി. ക്രൂശെന്ന് പറയുന്നത് നിസാര സംഭവമല്ല. നിന്നെ കൊണ്ട് സാധിക്കാത്ത, നിന്റെ മേൽ വരേണ്ടിയ, നിന്റെ ചെയ്തു ദോഷം കൊണ്ട് നിന്റെ മേൽ വരേണ്ടിയിരുന്ന ശാപമാ അവിടെ. കർത്താവിന് സ്തോത്രം. മരത്തിന്മേൽ Christ has redeemed us from the curse of the law, being made a curse for us, and it is written, cursed is everyone that hangeth on a tree. മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം വെറുതെ അല്ല, മരം കൊണ്ടൊരു കുരിശുണ്ടായത്. വേണമെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കല്ലുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനത്തിന്മേൽ തൂക്കാമായിരുന്നു. പറ്റത്തില്ല. വചനം നിവൃത്തിയാകത്തില്ല. ഇന്ന് രാത്രി എനിക്കിങ്ങനെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു മരത്തിൻ്റെ ക്രൂശ് സ്തോത്രം കാൽവരി മലയിൽ ഉയർത്തപ്പെട്ടതുകൊണ്ടാണ്. അത് മരമല്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് ധൈര്യത്തോട് നിന്നോട് പറയാൻ പറ്റത്തില്ല ഈ ശാപത്തിൽ നിന്ന് നിനക്ക് വിടുതലുണ്ടെന്ന്. കർത്താവിന് സ്തോത്രം. നിനക്ക് കഴിയാത്തതിൻ്റെ തടവറയിലാണ് നീ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. യു ആർ ദ പ്രിസണർ ഓഫ് ദ തിങ്സ്. ഹല്ലേലൂയ. നിന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണോ? ക്ഷമിക്കാൻ പറ്റാത്തതാണോ? അംഗീകരിക്കാൻ പറ്റാത്തതാണോ? കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. വിട്ടുകളയാൻ ചിലതുണ്ടായിട്ട് പറ്റുന്നില്ലേ? തടവറയില്ല. ചില കാര്യങ്ങൾ ആമേൻ സ്തോത്രം അൺവാണ്ടഡ് മൂവീസ് അങ്ങനെ പറഞ്ഞ് ഞാനങ്ങ് വിടുകയാ. കർത്താവിന് സ്തോത്രം. വിട്ടുകളയേണ്ടിയത് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ലാത്തത് നീ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞോടെ നീ കൊണ്ട് നടക്കുകയല്ല, നിന്നെ കൊണ്ട് നടക്കുകയാ. എന്തുകൊണ്ടാണെന്നറിയാമോ? കടക്കാരൻ അടിമയാക്കിയതാ. കടം മേടിച്ചില്ലേ? പിശാചിന്റെ സർവീസ് എടുത്തിട്ട് ഒന്നും കൊടുക്കാതെ പോകാമെന്ന് വിചാരിക്കില്ലേ? അവൻ അടിമയാക്കും. നമുക്ക് യോഗ്യതയുള്ളത് എവിടെയാണെന്നറിയാമോ? ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. അതുകൊണ്ട് എൻ്റെ ചെയ്തതെല്ലാം തെറ്റാണെങ്കിലും എനിക്കൊരു സന്തോഷമുണ്ട്. എന്നാ അറിയാമോ? ഞാൻ ശാപത്തിന് യോഗ്യനാ, ശരിയാ. പക്ഷെ ആ ശാപം ക്രിസ്തു ക്രൂശിന്മേൽ വഹിച്ചു. ഏത് ശാപമാ? നീ ചെയ്ത നിന്റെ മേൽ വരേണ്ടിയ ശാപം. നീ ചെയ്തിട്ട് നിന്റെ മേൽ വന്നിര ശാപം.
ന്യായപ്രമാണത്തിന് ത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. വില കൊടുത്ത് മേടിച്ചത്. ചേർന്ന് പറഞ്ഞ് വില കൊടുത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ദാസൻ എന്ന വിളി നിസാരമല്ലെന്ന്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പിശാചിന് ചുമ്മാ വല്ലതും പറഞ്ഞേച്ചും നിന്നെ നിരാശപ്പെടുത്തിയിരിക്കാനൊക്കെ അവൻ ആഗ്രഹിക്കും. പക്ഷെ നീ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ ഓർത്തോണം, നിസാര കാര്യമല്ല കർത്താവ് നിന്റെ വീണ്ടെടുപ്പാൻ വേണ്ടി ചെയ്തേ. ആമേൻ. നീ കൊള്ളത്തില്ല, നിന്നെ യോഗ്യനല്ലെന്നൊക്കെ പറഞ്ഞ് നിന്നെ ഒതുക്കിക്കളയാൻ ആരെങ്കിലും മെനക്കെട്ടാൽ ഓർത്തോണം, ആമേൻ, അവൻ മത്സരിക്കുന്നത് യേശുവിൻ്റെ പുണ്യാഹ രക്തത്തോടാ. ആമേൻ. എന്നെ വീണ്ടെടുപ്പാൻ ഒരുവൻ അവൻ തുളച്ച് രക്തം കൊടുത്തതാ. ആമേൻ. എന്നിട്ട് പിശാച് വന്നിട്ട് പറയുക നീ യോഗ്യനല്ലെന്ന്. Who cares? If God is for us, who can stand against us? ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ ചേർന്ന് പറഞ്ഞേ, ദൈവം എനിക്ക് അനുകൂലമാ. ആമേൻ. ഇന്നലത്തെ വീഴ്ചയെ പിശാച് ആഘോഷിച്ചുകൊണ്ട് നിന്റെ അടുത്ത് നിൽക്കുമ്പോ പന്ന പിശാചേ, I am the servant of God. Amen. I'm redeemed by the power, by the blood of Jesus. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടതാ. ആമേൻ. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന്. അബ്രഹാമിന്റെ അനുഗ്രഹം ഏത് അനുഗ്രഹമാ പാസ്റ്ററെ? അബ്രഹാമിന്റെ അനുഗ്രഹം ചെയ്തുണ്ടാക്കിയ അനുഗ്രഹമല്ല, വിശ്വസിച്ചുണ്ടാക്കിയതാ. ആമേൻ. കർത്താവിൽ വിശ്വസിച്ചിട്ട് നിന്റെ വിളി, അവൻ ഞാൻ ഇറങ്ങുകയാ. ഐ ഡോണ്ട് കെയർ. ആമേൻ. ഞാൻ എന്തു സംഭവിക്കും, എവിടേക്കാ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ആമേൻ. വാഗ്ദത്തത്തിന്റെ വിളി കേട്ട നീ ഒരു സ്റ്റെപ്പ് വെച്ചപ്പോ സ്വർഗൻ എഴുതി വെച്ചു, എന്റെ ദാസൻ, തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, വിശുദ്ധ വംശം, പെക്യൂലിയർ ട്രഷർ. ഹല്ലേലൂയ. ഒരു സാന്നിധ്യം ഇതിന്റെ അകത്ത് ഇറങ്ങുകയാണ്. ആമേൻ. ദൈവത്തിന്റെ ട്രഷറിനെ പിശാചിന് കളിക്കാമെന്നോ? ആമേൻ. ശടാ, നിന്നെ കുറ്റം വിധിക്കാനും നിന്നെ ശിക്ഷിക്കാനും നിന്നെ ശിക്ഷണം നിന്ന് നടത്താനും സ്വർഗത്തിൽ ഒരു അപ്പച്ചനുണ്ട്. അവൻ പിശാചിന്റെ ഒന്നും എന്റെ ഭവനത്തിനകത്ത് ആവശ്യമില്ല. ഞാൻ ദൈവത്തിന്റെ ദാസൻ. ആമേൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കുറിവാക്യത്തിനകത്തേക്ക് മടങ്ങി വന്നാട്ടെ. കർത്താവിന് സ്തോത്രം. ഇപ്പോൾ കടക്കാരൻ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു പറഞ്ഞു. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ദൈവം, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ചേർന്ന് പറഞ്ഞ അത്ഭുതങ്ങളുടെ ദൈവം. നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതത്തെ ചെയ്യാൻ ദൈവത്തിന് ഒരു മടിയുമില്ല. ആമേൻ. ആമേൻ. പക്ഷേ ആമേൻ സഹോദരൻ, ഇന്ന് ഹിന്ദു ചർച്ചിൽ ആമേൻ സഹോദരൻ, എൻ്റെ സഹോദരൻ അജയ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു സെക്കൻഡ് കൊണ്ട് ദൈവത്തിന് അവസ്ഥകളെ മാറ്റാൻ സാധിക്കും. സമയം അധികം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുക, ആമേൻ സ്തോത്രം, നമുക്ക് ശുശ്രൂഷിക്കാൻ ഒത്തിരി സമയമൊന്നുമില്ല, പക്ഷെ ഒരൊറ്റ സെക്കൻഡ് മതി. ആമേൻ. കർത്താവിന് സ്തോത്രം. അവസ്ഥകളെ മാറ്റുന്നൊരു ദൈവം. വചനം പറയുക, ആമേൻ സ്തോത്രം, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ്, ഒരു അത്ഭുതത്തെ റിസീവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചോദ്യത്തെ നേരിടണം. ഒരു മർമ്മമാ. കുളക്കടവിൽ 38 വർഷമായി രോഗിയായിരിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ യേശു വന്നിട്ട് ചോദിക്കുക, ഡു യു വിഷ് ടു ഗെറ്റ്, ഹല്ലേലൂയ, ടു ബി ഹീൽഡ്? സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? പ്രിയ സഹോദരന്മാരെ, ഞാനൊരു ചോദ്യം ചോദിക്കുക. ആർക്കും അറിയാൻ പാടില്ലാത്തത്, 38 വർഷമായിരിക്കുന്നവൻ, രോഗിയായിരിക്കുന്നവന് ഒരു സൗഖ്യം ആവശ്യമില്ലെന്ന് ആരെങ്കിലും പറയൂ? കർത്താവിന് സ്തോത്രം.
ഒരു ചോദ്യമുണ്ട്, ഒരു ചോദ്യം. പ്രിയമുള്ളവർ, നമുക്ക് ആ ചോദ്യം കേട്ടപ്പോൾ എന്തിനാ ചോദിക്കുന്നതെന്നൊക്കെ തോന്നും. ശ്രദ്ധിച്ച് കേൾക്കണമേ. പക്ഷേ ആ 38 വർഷമായി കിടന്ന് അവന് മാത്രം മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ആ ചോദ്യത്തിന് പിന്നിൽ കിടക്കുന്ന മർമ്മം അത് എനിക്കും നിനക്കും മനസ്സിലാകത്തില്ല. ആ ചോദ്യം കേട്ടവനറിയാം എന്താ യേശു പറഞ്ഞതെന്ന്. ഒരു അത്ഭുതത്തെ പ്രാപിക്കുന്നതിന് മുമ്പ് ദൈവം നിന്നോടൊരു ചോദ്യം ചോദിക്കും. അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ പൈതലിനെ കർത്താവിന് സ്തോത്രം യാഗമായിട്ടൊന്ന് തരാമോ? അബ്രഹാത്തിന് വേണമെങ്കിൽ ചോദിക്കാം, ഈ സന്തതിയല്ലേ നേഷൻസിനെ ബ്ലെസ് ചെയ്യാനുള്ളത്? ത്രൂ യുവർ സീഡ് ദി നേഷൻസ് വിൽ ബി ബ്ലെസ്ഡ്. ദാറ്റ് ഈസ് ദ പ്രോമിസ്. ഒരു കൗണ്ടർ അറ്റാക്ക് വേണമെങ്കിൽ ചെയ്യായിരുന്നു, അല്ലേ? അബ്രഹാം ചെയ്തില്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മുഴങ്കാൽ മടക്കി ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുക. പത്രോസ് ആ ശബ്ദം കേട്ടു. പത്രോസേ, കർത്താവിന് സ്തോത്രം, ആഴത്തിലേക്ക് പോയിട്ട് go to the deep sea and cast your net. Is this the same sea where I was toiling whole night? ഇന്നു രാത്രി മുഴുവൻ, ഈ കഴിഞ്ഞ രാത്രി മുഴുവൻ ഈ കടലിനകത്താ ഞാൻ വലയിറക്കിയത്. എനിക്കൊന്നും കിട്ടിയില്ല. ആശാരിച്ചക്കൻ പറയുന്നത് കേൾക്കണോ, മൂക്കുവൻ പറയുന്നത് കേൾക്കണോ? കഥാന സ്തോത്രം. പത്രോസ് പറഞ്ഞു എന്താ അറിയാമോ? എങ്കിലും നാഥ, at your word, നിന്റെ വാക്കിന് ഞാൻ വലയുമായി പോവുകയാ. ഒരു ചോദ്യമുണ്ട്, ഒരു ചോദ്യം. ആർ യു റെഡി? ദൈവ പൈതലേ, അനുമോൻ കേൾക്കുന്ന ചോദ്യം അനുമോന് മാത്രമേ മനസ്സിലാകൂ. ബ്ലസ്സി സിസ്റ്റർ കേൾക്കുന്ന ചോദ്യം ബ്ലസ്സി സിസ്റ്ററിന് മാത്രമേ മനസ്സിലാകൂ. കുളക്കടവിലെ അവൻ രോഗിയോട് യേശു ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ സെർമൺസ് അടിച്ചു കൂട്ടും. അവനറിയാം യേശുവിൻ്റെ കണ്ണ്, അവൻ സ്തോത്രം, അവൻ്റെ ഹൃദയത്തെ തുളച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്താണെന്ന്. ഇന്ന് രാത്രി ദൈവം നിന്നോടൊരു ചോദ്യം ചോദിക്കും. What do you have? Are you ready to give up something? ദൈവസന്നിധിയിലൊരു ചോദ്യം, ഒരു ഉത്തരം. ചെയ്യാമോ? കർത്താവിന് സ്തോത്രം. ചോദ്യങ്ങളെ നേരിടാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരു അത്ഭുതത്തെ പ്രാപിക്കണമെങ്കിൽ കർത്താവിന് ഈസിയാ അത്ഭുതം ചെയ്യാൻ. പക്ഷെ നിന്റെ ജീവിതം അതിനു മുമ്പൊന്ന് ഷേപ്പ് ചെയ്യപ്പെടണം. അവിടെയാ അബ്രഹാം ചോദ്യത്തെ നേരിട്ടതും, അവിടെയാ പത്രോസ് ചോദ്യത്തെ നേരിട്ടതും, അവിടെയാ ദൈവത്തിൻ്റെ ഭക്തന്മാരെല്ലാവരും ആ ചോദ്യം കേട്ടത്. ആമേൻ. ഇന്ന് രാത്രി ഈ ചോദ്യം ഇവിടെ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില ഉള്ളങ്ങളോട് സംസാരിക്കുക. നിനക്കുള്ളത് തരാൻ തയ്യാറുണ്ടോ? വാട്ട് യു ഹാവ് ഇൻ ദി ഹൗസ്? എന്താ നിന്റെ വീട്ടിലുള്ളത്? എന്റെ കയ്യിൽ ഒന്നുമില്ല. അവള് പറയുകയാ, വായിച്ചോട്ടെ. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന I do not have anything. Then she added, except a small jar of oil. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കുക, അല്ല, ഒരു ജാർ ഓയിലുണ്ട്. ആമേൻ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് ഒരു ശബ്ദം നിന്നോട് ചോദിക്കുക. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വേണമെങ്കിൽ, ശ്രദ്ധിച്ച് കേട്ടോ, മർമ്മം പറയാൻ പോവുക. ദൈവത്തിന് വേണമെങ്കിൽ എണ്ണ ശൂന്യതയിൽ നിന്നുണ്ടാക്കാം. പറ്റത്തില്ലേ? കാനായിലെ അവൻ വീഞ്ഞ് തീർന്നുപോയി. യോഹന്നാന്റെ സുവിശേഷം
2-ാമത്തെ അധ്യായത്തിലാണ്. കർത്താവിന് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. കർത്താവിന് സ്തോത്രം. വീഞ്ഞു തീർന്നു പോയി. യേശുവിൻ്റെ അമ്മ അവൻ അവിടെ ഉണ്ടെന്ന ബാല്യക്കാരോട് പറഞ്ഞു, അവൻ ചെയ്യുന്നത് എന്താ അതുപോലെ ചെയ്തു. കർത്താവിന് സ്തോത്രം. അവൻ അവിടെ ഇരുന്ന മൺപാത്രങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, അത് കണിച്ചു പറഞ്ഞു, അവൻ സ്തോത്രം, അതിനകത്ത് വെള്ളം നിറച്ചിട്ട് കോരി വിരുന്നുവാഴി കൊണ്ടേ കൊടുക്കുക. വേണമെങ്കിൽ ചോദിക്കായിരുന്നു, വാട്ട് ഡിഫറൻസ് ഇറ്റ് മേക്സ്. ഹല്ലേലൂയ. വെള്ളം കോരി അവൻ വീപ്പക്കകത്ത് നിറച്ചിട്ട് കൊണ്ടേ കൊടുത്ത എങ്ങനെയാ പാസ്റ്ററെ ചോദിക്കാറുന്നില്ലേ? പ്രിയമുള്ളവരെ, ദൈവം നിന്നോട് ചിലത് ചോദിക്കുമ്പോൾ മറുചോദ്യം ചോദിച്ച് അത്ഭുതത്തെ നശിപ്പിക്കില്ല. കേൾക്കുന്നത് ഒരു പൊട്ടനെ പോലെ, ഒരു വെഡ്ഡിയെ പോലെ അനുസരിച്ചോണം. ആമേൻ. ആമേൻ. സ്തോത്രം. മൺപാത്രത്തിനകത്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞ പൊട്ടനെ പോലെ വെള്ളം നിറച്ചോണം. ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലതിനോട് പരിശുദ്ധാത്മാവ് പറയാം, വിട്ട് കളഞ്ഞോ, അത്ഭുതം ചെയ്യാൻ പോവുക. എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ക്ഷമിച്ചോ, നാളെ നീ അത്ഭുതം കാണും. സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ? മറുചോദ്യം ചോദിക്കാതെ അവര് അമ്മേൻ. എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് അറിയുമോ? അവർ കോരി വാക്കുകളെ നിറച്ചു. വേണമെങ്കിൽ ഇഷ്ടമില്ലാതെ പകുതി നിറച്ച് വെച്ചും അയാൾക്ക് വേറെ അത്ഭുതമൊന്നും അന്ന് വരെ ആരും കണ്ടിട്ടില്ല. ആദ്യത്തെ അത്ഭുതമാണ്. യേശു പറയുന്നത് അങ്ങനെ എന്നെ അനുസരിക്കാൻ അവർ അത്ഭുതങ്ങളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത്. കാണാത്ത സ്ഥലത്ത് ദൈവം അത്ഭുതങ്ങളെ. ആമേൻ. അവൻ അവിടെ ശുശ്രൂഷിച്ചോട്ടെ, വിട്ടോ. കർത്താവിന് സ്തോത്രം. അയ്യോ സോറി, സ്തോത്രം. ഹല്ലേലൂയ. കാണാത്ത സ്ഥലത്ത് ആമേൻ. സ്തോത്രം. കാണാത്ത സ്ഥലത്ത് വിശ്വസിക്കാൻ പാടാ. കർത്താവിന് സ്തോത്രം. വാഗ്ദത്ത സന്തതിയാ. The nations will be blessed through Isaac എന്ന സീഡ് അല്ലേ? പക്ഷെ പൊട്ടനെ പോലെ പോവുകയാ. നിന്റെ സാക്രിഫൈസ് എവിടെയാണെന്നറിയാമോ? സാക്രിഫൈസ് ഭയങ്കര വിലയേറിയതാ. സ്തോത്രം പോലും യാഗമാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങളെ കുഞ്ഞിൻ്റെ പുറകെ പോയില്ലേ? കുഞ്ഞിൻ്റെ പുറകെ അനുഭവം പോയിക്കോട്ടെ. കർത്താവിന് സ്തോത്രം. ആമേൻ. സ്തോത്രം പോലും യാഗമാ. സാക്രിഫൈസ്. എന്തുകൊണ്ടാ? കാരാഗ്രഹത്തിനകത്ത് സ്തോത്രം നിൽക്കരുത്. എല്ലാവർക്കും ഒന്നും പിടികിട്ടത്തില്ല. കരയുന്ന സമയത്തും സ്തോത്രം ചെയ്യാൻ പറ്റണമെങ്കിൽ അത് യാഗമാണെന്ന് തിരിച്ചറിയണം. ആമേൻ. അതുകൊണ്ടാ കാരാഗ്രഹത്തിനകത്ത് സ്തോത്രം ഉയർന്നത്. അല്ലെങ്കിൽ മെർസിഡസ് ബെൻസിനകത്ത് മാത്രമേ സ്തോത്രം വരൂ. ആമേൻ. ഇന്ന് ഉച്ചയ്ക്ക് ആമേൻ സ്തോത്രം. നമ്മുടെ തമിഴ് ചർച്ചിലൊരു സഹോദരൻ BMW പുതിയ കാറൊക്കെ മേടിച്ചു വന്നു. ഞാനാ പ്രാർത്ഥിച്ചേ. കർത്താവിന് സ്തോത്രം. അതിൻ്റെ ചുറ്റും നിന്ന് ഞങ്ങളുടെ സഹോദരന്മാരൊക്കെ ഭയങ്കര സ്തോത്രം ചെയ്തു. BMW ഒന്നുമില്ലാത്തപ്പോൾ സ്തോത്രമുണ്ടോ? യാഗം. കർത്താവിന് സ്തോത്രം. അതര ഫലമെന്ന സ്തോത്ര യാഗം. യാഗങ്ങൾ വിലയേറിയതാ. ആമേൻ. കർത്താവ് നിന്നോട് ചിലത് വിട്ടുകളയാൻ പറയുമ്പോൾ, ചിലത് ചോദിക്കുമ്പോൾ യാഗമായിട്ട് സാക്രിഫൈസ്. ഇറ്റ്സ് പെയിൻഫുൾ. നിന്നെ ഉപദ്രവിച്ചവനോട് ക്ഷമിക്കാനും നിന്നെ പീഡിപ്പിച്ചവനെ സ്നേഹിക്കാനും ഒക്കെ എളുപ്പമൊന്നുമല്ല. യാഗം. എബ്രഹാം ചെയ്ത യാഗം. ആമേൻ. കർത്താവിന് സ്തോത്രം. അപ്പോസ്തലന്മാർ മുഴുവൻ മരിക്കാൻ നേരം പറഞ്ഞു, ആമേൻ സ്തോത്രം, എൻ്റെ നാഥൻ. പത്രോസ് പറഞ്ഞത് ഇങ്ങനെ, എൻ്റെ നാഥൻ മരിച്ചതുപോലെ മരിക്കാൻ യോഗ്യതയില്ല. ഒറ്റ അപേക്ഷ, ക്രൂശിൽ തറച്ചു കൊല്ലാൻ പോവുക. പത്രോസ് പറഞ്ഞു, അങ്ങനെ മരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അവർ വിചാരിച്ചത് എന്നെ വിടുവിക്കണമേ എന്ന് അപേക്ഷിക്കാനാ. അല്ല, എന്നെ തലകീഴായിട്ടിട്ടാലും കുഴപ്പമില്ല. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വിധവയിലേക്ക് മടങ്ങി വരാം.
അവൻ നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീ നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. വിളിയുള്ളവൻ അനുസരണമുള്ളവനായിരിക്കണം. വിധവയ്ക്കും വേണമെങ്കിൽ ചോദിക്കായിരുന്നു, ഈ കടലിൽ ഞാൻ വലയിറക്കിയതാ, ഒന്നും കിട്ടിയില്ല, പിന്നെയും വലയിറക്കാൻ പറയല്ലേ. ആമേൻ. ഈ ഒഴിഞ്ഞ കുടത്തിനകത്ത് എങ്ങനെയാ ദൈവദാസനെ എന്താ സംഭവിക്കാൻ പോകുന്നേ? അവിടെ ഒരു മറുചോദ്യം കാണുന്നില്ല. കർത്താവ് പറയുന്നതിന്, കേൾക്കുന്ന വചനത്തെ അതുപോലെ അനുസരിക്കുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നീ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നത് എവിടെയാണെന്നറിയാമോ? ദൈവദാസന്റെ കരിസ്മാറ്റിക് ഗിഫ്റ്റ് ഉപയോഗിച്ചിട്ടല്ല. പാസ്റ്റർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ഭയങ്കര പിടിത്. പണ്ട് ആമേൻ അങ്ങനത്തെ ഒരു കൂട്ടരെ, ആമേൻ സഹോദരൻ, ഒരു കൂട്ടർ എപ്പോഴും നമ്മുടെ സഭയിൽ വരുമായിരുന്നു. അതൊരു സീസണാണ് അല്ലേ? നമ്മുടെ കമ്മ്യൂണിറ്റി ചർച്ചിലുണ്ടായിരുന്നപ്പോൾ എന്നും പ്രെയർ കഴിഞ്ഞ് കുറേ പേരുണ്ടാകും, പാസ്റ്റർ പ്രാർത്ഥിച്ച് നടക്കും, എൻ്റെ തലയിലോട്ട് കൈവച്ചു. ഞാൻ കൈവയ്ക്കും. കാരണം എന്താണെന്നറിയാമോ? ആ വിശ്വാസം കൊണ്ടെങ്കിലും കാര്യം നടക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പാസ്റ്റർ കൈവച്ചിട്ടല്ല, ആര് കൈവച്ചാലും പോകത്തില്ല. കർത്താവിന് സ്തോത്രം. നിന്നോട് ചോദിക്കുന്നതിന് നീ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഉത്തരം പറയണം. ഒരു ചോദ്യമില്ലാതെ ദൈവം ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. ആമേൻ. Do you wish to be healed? അറിയത്തില്ലേ കർത്താവ് എനിക്ക് സൗഖ്യം വേണോന്ന്? എനിക്കറിയാം. പക്ഷെ നിനക്കറിയാമോ? ഒരു സൗഖ്യത്തിന് മുമ്പ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം. യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായത്തിനകത്ത് ഒരുവൻ രോഗിയായി കിടന്നാൽ അവൻ സഭയിലെ മൂപ്പന്മാരെ വിളിക്കട്ടെ. 14-15 വാക്യങ്ങൾ അവിടെ എഴുതി വച്ചിരിക്കുക. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ബിക്കോസ് അവൻ സ്വതന്ത്രം. നീ ഒരു അത്ഭുതം പ്രാപിക്കുന്നതിന് മുമ്പ് നിന്റെ ശരീരം അതിനായിട്ട് ഒരുക്കപ്പെടണം. അതിനാ ചോദ്യം. അബ്രഹാമേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ തന്നെയാണ് ഞാൻ വിളിച്ചേ. പക്ഷേ യു മസ്റ്റ് റീച്ച് ദ പ്ലേസ് where my God wants you to be. ദൈവം നീ ആഗ്രഹിക്കുന്നു, നീ എത്തണമെന്ന് പറയുന്ന ആ സ്ഥലത്ത്, ആ കൃത്യസ്ഥലത്ത് നീ എത്തണം. ഇന്ന് രാത്രി എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കാം? വിട്ടുകളയേണ്ടത് വിട്ടുകളയുവാൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ കൺഫസ് യുവർ സീൻസ്. അതായിരിക്കും നീ കേൾക്കുന്ന ദൈവശബ്ദം. കർത്താവിന് സ്തോത്രം. ഏലീശ പറഞ്ഞത് ആമേൻ സ്തോത്രം. വിധവ കേട്ടു. എന്താ കേട്ടെ? വിധവയ്ക്ക് മാത്രം അറിയാവുന്നൊരു കാര്യം. ഇന്ന് രാത്രി നീ കേൾക്കുന്നത് എന്താ? ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാമോ? അതനുസരിക്കാമോ? ഒരു പൊട്ടനെ പോലെ കൺഫസ് യുവർ സിൻസ്. കർത്താവിന് സ്തോത്രം. വാട്ട് ഡിഫറൻസ് ഇറ്റ് മേക്സ്. എന്താ അത് ഉണ്ടാക്കാമോ? എന്താ ഞാനിപ്പോൾ കൺഫസ് ചെയ്താലും ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? കഴിഞ്ഞ കുറേ നാൾ മുമ്പ് നമുക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു, ഒരു പ്രിയ സഹോദരൻ. ഒരു ദിവസം അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി കാത്തിരുന്നു. എൻ്റെ ഭയങ്കര ഒരു അരുമ സഹോദരനാണ്. എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഞാൻ ഇടി കൊണ്ടതുപോലെയായി. എന്നോട് ചോദിച്ചു, കർത്താവിന് നമ്മളെ അറിയത്തില്ലേ? കർത്താവ് നമ്മെ സ്നേഹിക്കുന്നില്ലേ? കർത്താവിനങ്ങ് ചെയ്താൽ പോരെ? കർത്താവിന് സ്തോത്രം. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ പ്രാർത്ഥന എന്നൊരു താക്കോൽ നിനക്കായി തന്നത്. ആമേൻ. എന്നിട്ട് നീ ആ താക്കോലും പിടിച്ച് കളിച്ചുകൊണ്ട് നടക്കുക. ആമേൻ. കർത്താവിന് സ്തോത്രം. ദൈവസന്നിധിയിൽ ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ, പാപങ്ങളെ ഏറ്റുപറയുവാൻ, നിന്റെ കയ്പിന്റെ ആ വേരോടുകൂടി പറിച്ചു കളയുവാൻ, ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കുവാൻ, എന്താകട്ടെ കർത്താവ് നിന്നോട് ചോദിക്കുന്നതെന്ന് കൊടുക്കാമോ? That is going to be the spark to ignite a miracle in your very life. Amen. നിന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ ആമേൻ സ്തോത്രം ഒരു ബോംബ് പോലെ കത്തിക്കുന്ന ഒരു സ്പാർക്കാണ്
നിന്നോട് ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുന്ന ആ ഒരു കാര്യം, വാട്ട് യു ഹാവ് ഇൻ യുവർ ഹൗസ് യു ബ്രിങ് ഇറ്റ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നീ ആ പറയുന്ന സ്ഥലത്ത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാ, ദൈവദാസനെ ഞാൻ പ്രാർത്ഥിച്ച ആ സമയത്ത്, ഞാൻ ആ ക്ഷമിച്ചു പ്രാർത്ഥിച്ച ആ സമയത്ത് എൻ്റെ അകത്ത് സ്നേഹം കൊണ്ട് നിറഞ്ഞു, എൻ്റെ ആ രോഗം മാറി. നിന്റെ അവസ്ഥ മാറുന്നത് നിന്റെ അനുസരണത്തിനകത്താ. നിന്നോട് ദൈവം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് നീ കൃത്യമായിട്ട് ഉത്തരം പറയുമോ, ആ സ്ഥലത്താ അത്ഭുതം. അവിടെയാ അത്ഭുതത്തിന് ദൈവം തിരി കൊടുക്കുന്നത്. അത്ഭുതത്തെ ദൈവം കത്തിക്കുന്നത് അവിടെയാണ്. അല്ലാതെ നീ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച്, പ്രിയമുള്ളവരെ, എവിടെയാ നീ അനുസരിക്കുന്നത്? എവിടെയാ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? എവിടെയാ ദൈവദാസന്റെ ചോദ്യത്തിന് ഇരു കൈയും പൊക്കി നീ ഏൽപ്പിച്ചു കൊടുക്കുന്നേ? ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. ദൈവദാസൻ അവളോട് പറഞ്ഞു, പോയി പട്ടണത്തിന് ഒഴിഞ്ഞ പാത്രം മുഴുവൻ എടുത്തോ, നിന്റെ കയ്യിൽ ദൈവം എണ്ണ തന്നേക്കുക. എണ്ണ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം നമ്മെ ചെയ്ത അഭിഷേകമാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ വചനം, ബാക്കി എല്ലാം മറന്നാലും ഈ ഒരൊറ്റ കാര്യം മറക്കരുത്. കർത്താവിന് സ്തോത്രം. നിന്നെ ദൈവം വിളിച്ചത് ഒരു മിഷന് വേണ്ടിയാ. എന്താണെന്നറിയാമോ മിഷൻ? പകരാനുള്ള മിഷൻ. നിന്റെ കയ്യിൽ ദൈവം തന്ന എണ്ണ ഒഴിഞ്ഞ പാത്രങ്ങളിലേക്ക് പകരാനുള്ളൊരു മിഷൻ. വചനം പറയുകയാ, പോയി bring all the empty vessels in from the surroundings, from the neighborhood. നിന്റെ അയൽവക്കത്തൊക്കെ പോയി. Are you ready? എത്ര പേര് ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പേ ഞാൻ പോകാൻ കർത്താവേ എന്ന് എത്ര പേര് പറയും? കർത്താവിന് സ്തോത്രം. ഒരു ബ്യൂട്ടിഫുൾ തിങ് അവിടെ സംഭവിച്ചു. എന്നറിയാമോ? നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി കർത്താവ് ചെയ്തൊരു കാര്യം. വചനം പറയുന്നത്, അവൻ സഹോദരൻ അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് ദൈവദാസനെ. 5-ാമത്തെ വാക്യം. വാതിലടച്ച് അവർ പാത്രങ്ങളെ വെച്ചു, അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ the moment he said there is no empty vessel, the Bible says, hallelujah, the flow of the anointing is stopped. കർത്താവിന് സ്തോത്രം. ദൈവം നിനക്ക് കരിസ്മാറ്റിക് ഗിഫ്റ്റ് തന്നത് നീയും നിന്റെ 2 മക്കളും അല്ലെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളും നിന്റെ ഭാര്യയും കൂടി സന്തോഷിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവചനം പറഞ്ഞ് കളിക്കാനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഹീൽ ചെയ്ത് കളിക്കാനല്ല. ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളമുണ്ട്. ഈ ഒഴിഞ്ഞ പാത്രങ്ങൾ നിന്റെ പക്കലില്ലെങ്കിൽ കർത്താവിന് സ്തോത്രം, ഈ എണ്ണയുടെ വരവ് നീക്കും. കർത്താവിന് സ്തോത്രം. പലരും ഒരു കാലത്ത് പ്രയോജനപ്പെട്ടിട്ട് പിന്നെ ശുശ്രൂഷ നിന്നു പോയത് എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവ് ഒരു സീസണിലേക്ക് എണ്ണ തന്നതൊന്നുമല്ല. കർത്താവിന് സ്തോത്രം, എണ്ണപ്പാത്രം തീർന്നു പോയത് കൊണ്ടാണ്. ഒഴിഞ്ഞ പാത്രങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിയൻ വിട്ടുപോയത് കൊണ്ടാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഈ കേട്ട തിരുവചനങ്ങൾക്ക് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. തിരുവചനം പറയുകയാണ്, ആമേൻ, whoever calls upon the name of the Lord shall be saved. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനൊക്കെ രക്ഷ പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തെ ഇന്നും പകൽ വിളിച്ചു പ്രാർത്ഥിക്കാമോ? ആമേൻ. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിനക്കൊന്ന് കയറി നിൽക്കാമോ? എവിടെയാ? What do you have in your hand? കർത്താവിന് സ്തോത്രം. ഒരു ചോദ്യമുണ്ട്. ആമേൻ. സ്തോത്രം. എന്താ നിനക്കുള്ളത്? ആമേൻ. സ്തോത്രം. എന്താ നിനക്കുള്ളത്? കർത്താവിന് സ്തോത്രം. അത്ഭുതങ്ങളെ കത്തിക്കുന്ന ഒരു കാര്യം. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് എന്താ? ആമേൻ. സ്തോത്രം. നിന്നോടൊരു ചോദ്യം ചോദിക്കുക. ജീവിതത്തിനകത്തൊരു മാറ്റം വരുത്താൻ തയ്യാറുണ്ടോ? നാളെ ഞാൻ അത്ഭുതം ചെയ്യും. കർത്താവിന് സ്തോത്രം. നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിപ്പാൻ നീ തയ്യാറാണോ സഹോദരി? ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. എണ്ണപ്പാത്രം നിറഞ്ഞ് കവിയും. ഇന്ന് രാത്രി നീ പറഞ്ഞില്ലേ, ഒരൽപ്പം എണ്ണയെ അവശേഷിക്കുന്നുള്ളൂ. ആ ഒരൽപ്പം എണ്ണ, ആമേൻ സ്തോത്രം, ഈ അബുദാബി സിറ്റിയെ മുഴുവൻ നിറയ്ക്കാൻ പോവുകയാണ്. ഒരു ഉണർവിൻ്റെ വാഹകനായിട്ട്, ഒരു ഉണർവിൻ്റെ കാരിയറായിട്ട് നിന്റെ ആ അല്പം എണ്ണയെ
ദൈവം മാറ്റാൻ പോവുകയാ. വാട്ട് യു ഹാവ് ഇൻ യുവർ ലൈഫ് അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. 5 അപ്പവും 2 മീനും കൊടുക്കാൻ ആമേൻ സ്തോത്രം. ആമേൻ ആ കുഞ്ഞിന് മനസ്സുണ്ടായപ്പോ 20,000-ഓളം പേർ അത് തിന്നുകയാ. നിന്റെ കയ്യിലുള്ളത് എന്താ? ദൈവം ചോദിക്കുമ്പോൾ കൊടുക്കാമോ? ദൈവം ചോദിക്കുന്നതിന് യെസ് ഒന്ന് പറയാമോ? കാസ്റ്റ് യുവർ നെറ്റ് ഇൻ ദി ഡീപ് സീ. നിനക്ക് പോകാമോ? വലയുമായി പോകാമോ? വലയുമായി പോകാമോ? വായിച്ചാട്ട് കർത്താവിന്റെ സ്തോത്രം. വലയുമായി പോകാമോ? ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യും. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഇന്ന് രാത്രി കർത്താവ് ആമേൻ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയങ്ങളുടെ അകത്ത് എണ്ണ പകരാൻ പോവുക. കർത്താവ് എൻ്റെ ചുറ്റുമുള്ള തകർന്ന ജീവിതങ്ങൾ, രോഗികളായിരിക്കുന്നവർ, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ, കർത്താവ് ഈ എണ്ണ പകരാൻ, ഈ എണ്ണപാത്രം അവരുടെ മേൽ പകരാൻ കർത്താവ് എന്നെ സഹായിക്കണമേ. ഞാൻ പോകാം അപ്പാ. I will go. യേശുവെ ഞാൻ പോകാം. ആമേൻ. ദേവദാസൻ പറയുക, bring all the empty vessels. എല്ലാം കൊണ്ടുവന്നാട്ടെ. Are you ready? കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒരു കമ്മിറ്റ്മെന്റ്. കർത്താവിന്റെ സ്തോത്രം. യാക്കോബ് കേട്ട ഒരു ശബ്ദം. യാക്കോബ് പറയുക, നീ എന്നെ അനുഗ്രഹിച്ചാൽ, നീ എന്നെ ആമേൻ അനുഗ്രഹത്തോടെ തിരിച്ചു വരുമാറാക്കിയാൽ ഞാൻ എൻ്റെ ആമേൻ എനിക്ക് കിട്ടുന്ന എല്ലാറ്റിൻ്റെയും 10-1. അതൊരു കമ്മിറ്റ്മെന്റാ, അതൊരു ഉടമ്പടിയാ, ഒരു തീരുമാനമാ. ദൈവത്തിന്റെ ദാസൻ ചോദിക്കുക, what you have, what is your decision? നീ എന്താ ഇന്ന് രാത്രി എടുക്കാൻ പോകുന്നത്? വിധവേ, ആമേൻ, സ്ത്രീയെ, what is your suggestion? What is your opinion? What is your idea? What is your decision? ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വന്നാട്ടെ. കർത്താവിനോട് പറഞ്ഞാട്ടെ, ദൈവമേ, നിരുപാധികം അൺകണ്ടീഷണലായിട്ട് ഞാൻ ക്ഷമിക്കാൻ തീരുമാനിച്ചിരിക്കുക. കർത്താവേ, എൻ്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയുക. എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ. ഇന്നുവരെ ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് നിനക്ക് കാണിച്ചു തരുന്ന ചിലത്, പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം ഈ ചർച്ചിനകത്ത് നിറയട്ടെ, ഈ കുടുംബങ്ങളുടെ അകത്ത് നിറയട്ടെ, ഈ ജീവിതങ്ങളുടെ അകത്ത് നിറയട്ടെ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അകത്ത് നിറയട്ടെ. ആമേൻ. ജീവിതത്തിൽ നന്മകൾ നഷ്ടപ്പെട്ടു പോയി അടിമത്വത്തിലേക്ക് പോയ ഈ കുഞ്ഞുങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം വരട്ടെ. ഇന്ന് രാത്രി കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, എനിക്കിത് മാത്രമേ ഉള്ളൂ നിനക്ക് വേണ്ടി ചെയ്യാൻ. ദൈവമേ, ഞാനത് ചെയ്യാൻ തീരുമാനിക്കുക. ഞാൻ നിനക്ക് വേണ്ടി പോകും. ചിലർ പറയുക, I will go for your God. ചിലർ പറയുക, ഞാൻ അവൻ ക്ഷമിക്കാൻ തീരുമാനിക്കുക അപ്പാ. ചിലർ പറയുക, ഞാനത് ക്ഷമിക്കും, ഞാൻ വിട്ടുകളയും. ചിലർ പറയുക, ഞാൻ എന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി അവൻ നല്ല മനസ്സോടുകൂടി സ്നേഹിച്ചു പ്രാർത്ഥിക്കും. ചിലർ പറയുക, ലോർഡ്, ഇന്ന് വരെ ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, ഞാൻ നിന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ആമേൻ സ്തോത്രം. ഒഴിഞ്ഞ പാത്രങ്ങളുണ്ട്, തകർന്നു പോയ ജീവിതങ്ങളുണ്ട്. എനിക്കൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില തീരുമാനങ്ങൾ ഇതിൻ്റെ അകത്ത് ഉയരട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ആമേൻ അനുമോൻ മുന്നോട്ട് വന്ന ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. തകർന്നു പോയ ജീവിതങ്ങൾക്ക് വേണ്ടി, കരയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന് സ്തോത്രം. കർത്താവെ, കേൾപ്പിച്ച വചനത്തിനു മുന്നായി ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു.